പൊളിറ്റിക്സും പൗരോഹിത്യവും രണ്ടും രണ്ടാണ്. അത് ഓരോന്നും അതിൻ്റേതായ വഴിയിലേ പോകണം. രണ്ടും കൂടിച്ചേർന്നാൽ വല്ലാത്ത വിനാശമാണ് ആ രാജ്യത്തുണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ തരം റിലീജിയനുണ്ട്. അതിൽ പുരോഹിതന്മാരുമുണ്ട്. പുരോഹിതന്മാർ ശരിക്കും പറഞ്ഞാൽ മീഡിയേറ്റേഴ്സായിട്ടാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിനും മനുഷ്യനുമിടയിൽ. സത്യം പറയട്ടെ, അങ്ങനൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യം ഇല്ല. നമ്മുടെ മനസ്സിലുള്ള ദൈവത്തിനോട് അഹം ബ്രഹ്മാസ്മി, അതിനോട് നമുക്ക് തന്നെ പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ക്ഷേത്രങ്ങളിലും പള്ളിയിലും മോസ്കുകളിലും മറ്റും പ്രാർത്ഥനാലയങ്ങളിൽ പുരോഹിതന്മാരും അതുപോലെ തന്നെ ഉസ്താദുമാരും ഒക്കെയുണ്ട്, മൗലവിമാരും ഒക്കെയുണ്ട്. അവർ സദ്വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ജനങ്ങളെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടായാലോ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ പൗരോഹിത്യവും പൊളിറ്റിക്സും കൂടെ ചേർന്നാലോ, അത് രാജ്യത്തിൽ വിഘടനവാദം ഉണ്ടാക്കും. രാജ്യം വിഘടിച്ചു പോകാനും ശിഥിലീകരിച്ചു പോകാനും അത് കാരണമാകും. അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ പറയുകയാണെങ്കിൽ എപ്പോഴും രാജാവ് അനീതികൾക്കും അതുപോലെ തന്നെ അപകീർത്തികൾക്കും അതീതനായിരിക്കണം. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ബിസിനസ് കൂട്ടാളികളുമായി ചേർന്ന് എങ്ങനെ തൻ്റെ സാമ്രാജ്യം വലുതാക്കാം, ധനസമ്പത്ത് വലുതാക്കാം, ഇതാണ് പല രാജ്യതന്ത്രജ്ഞന്മാരുടെയും മോഹം. അതിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് അവർ നടത്തുന്നത്. അതെന്താണ്? പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ പാറ്റേട്ടുകൊണ്ടാണ് നടത്തുന്നത്. ഇത് നമുക്ക് അനുവദിച്ചുകൂടാ. നല്ല പലതരം ഭൗതികവാദങ്ങളിൽ ഒപ്പം തന്നെ കമ്മ്യൂണിസവും അതുപോലെ തന്നെ സോഷ്യലിസവും ഒക്കെ നല്ലതാണ്. പക്ഷേ അതിൽ കലർപ്പ് കലർന്നാൽ, അല്ലെങ്കിൽ ഉള്ളിൽ ഇരുന്ന് ഒരു കമ്മ്യൂണിസത്തിൻ്റെയോ സോഷ്യലിസത്തിൻ്റെയോ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അധികാര വിനിയോഗം നടത്തിയാൽ അത് ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിക്കാരാവും. വിദ്യാഭ്യാസം കൂടിയ യുവാക്കൾ പോലും ചെളിയിൽ കിടന്നുരുണ്ട് ജോലികൾക്കായി വിലപിക്കേണ്ടതായിട്ട് വരും. കുഞ്ഞു കുട്ടികൾ, കോളേജിൽ പഠിക്കുന്നവർ, അവർക്ക് ഹോസ്റ്റൽ മുറികളിൽ അപവൃത്തി ഉണ്ടാവും. അതിന് അധ്യാപകർ കൂട്ടുനിൽക്കും. ഇതൊക്കെ പൊളിറ്റിക്സിൻ്റെ സഹായത്തോടെയാണ്. പോലീസിൽ പൊളിറ്റിക്സ് കയറിയാൽ അതിലും വലിയ കഷ്ടമാണ്. നമുക്ക് നിയമത്തിൽ ഒരു വിശ്വാസമില്ലാതെ വരും. ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. എല്ലാവരും, എല്ലാ ജനങ്ങളും, അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അവരൊക്കെ ചിന്തിക്കുക. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ അഴിമതി വളരെ സാധാരണമാണ്. അത് പൊതുജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അതില്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ രാജ്യം അത് വലുതാകണം, അത് സുദൃഢമാകണം. അതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ കഴിഞ്ഞ കഥകൾ പറഞ്ഞു പോയി അതിൻ്റെ പുറകെ പോയി അതിനെ ചികഞ്ഞെടുത്ത് നമ്മൾ വിഘടനവാദം ഉണ്ടാക്കുകയല്ല. അതുപോലെ തന്നെ രാജ്യതന്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അധിപന്മാർ സ്വത്ത് കുവിഞ്ഞുകൂടാൻ അനുവദിച്ചുകൊണ്ട് തോന്നുന്ന ബിസിനസ്സുകളിൽ, കള്ളച്ചരക്കുകളിൽ പെട്ടുപോവുകയും അരുത്. അവർക്ക് കുടുംബം സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ ജനങ്ങളാണ് അവരുടെ കുടുംബാംഗങ്ങൾ. അങ്ങനെ വേണം ചിന്തിക്കാൻ. നല്ല ഒരു വ്യവസ്ഥിതി തലയിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയെപ്പറ്റി പഠിച്ചുകൊണ്ട് ഇങ്ങനെ അധർമ്മം പ്രവർത്തിക്കുന്നത് അതീവ നീചമാണ്. പലർക്കും ഇതിന് എതിരായിട്ടുള്ള അഭിപ്രായമായിരിക്കും. പക്ഷേ എനിക്കിത്രയേ പറയാനുള്ളൂ.